നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ജോഗ്രഫി മേഖലയിൽ നിന്നും കേരളത്തിലെ പ്രധാന ചുരങ്ങളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിലെ പ്രധാന ചുരങ്ങൾ. ഏതൊരു PSC പരീക്ഷയിലും എടുത്തു ചോദിക്കും. അതിന് പ്രിലിംസ് എന്നോ മെയിൻസ് എന്നോ ഇല്ല, LGS എന്നോ ഡിഗ്രി ലെവൽ എന്നോ ഇല്ല. ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കുന്ന മേഖലയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ. അപ്പൊ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ പറ്റി ഒന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചുരം ഏതാണെന്നും അതുപോലെ അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്ന ജില്ല, അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്, ഇത്രയും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ PSC ചോദിക്കുകയും ചെയ്യുന്നത്, ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, അങ്ങനെ പഠിച്ചു പോകാം. ആദ്യമായി പഠിക്കേണ്ട ചുരമാണ് പാലക്കാട് ചുരം. ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും, ഇല്ലെങ്കിൽ നമ്മൾ പറയും പാലക്കാടിനെയും തമിഴ്നാടിനെയും തമ്മിലെന്നും കാണാറുണ്ട് കേട്ടോ. അപ്പോ പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല തന്നെയാണ്. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല തന്നെയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. ഇമ്പോർട്ടന്റ് ആണ്, വ്യക്തമായിട്ട് ഇവിടെ വെച്ച് പഠിച്ചു പോണം. പാലക്കാട് ചുരം കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH 544 ആണ്. ഒന്നുകൂടി പറയാം, പാലക്കാട് ചുരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാലക്കാട് ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഇനി പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ട ചുരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിന് മറ്റൊരു പേരുണ്ട്, വയനാട് ചുരം. ഈ രണ്ടു പേരും PSC കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പേരെന്താ? വയനാട് ചുരം. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നുണ്ട്, കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. രണ്ടിനും PSC ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണേ. അപ്പൊ താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ചോദിച്ചാൽ ഒന്നുകിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ കോഴിക്കോട് മൈസൂർ എന്ന് കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണെന്ന് കാണും. ഇനി നമ്മുടെ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് കോഴിക്കോട് ജില്ലയാണ്. തെറ്റിപ്പോവരുത്. വയനാട് ചുരം എന്ന് കേട്ട് നേരെ എടുത്ത് വയനാട് ജില്ല ഓപ്ഷനിൽ കൊടുത്ത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് മൈനസ് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു പഠിച്ചോളണം. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH 766 ആണ്. താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH 766 ആണ്. അടുത്തതായി പഠിക്കേണ്ടതാണ് ആര്യങ്കാവ് ചുരം. ഏതാണ്? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെങ്കോട്ട ചുരം. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ആര്യങ്കാവ് ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ചെങ്കോട്ട ചുരം. ആര്യങ്കാവ് ചുരം അഥവാ ചെങ്കോട്ട ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മില്. ആര്യങ്കാവ് ചുരം അഥവാ ചെങ്കോട്ട ചുരം ബന്ധിപ്പിക്കുന്ന എവിടെയൊക്കെയാ? പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മില്. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് ചോദിച്ചാൽ അത് NH 744 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ സുഹൃത്തുക്കളെ? NH 744 ആണ്. പഠിക്കുക. അടുത്തതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. എന്താണ്? ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ പറയാം കൊച്ചിയെ തേനിയുമായി ബന്ധിപ്പിക്കുന്നു. ഇതിന് രണ്ടിനും PSC ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പറയാം കൊച്ചിയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മധുരയുടെ ഭാഗം അല്ലെങ്കിൽ തേനിയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബോഡി നായ്ക്കന്നൂർ ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്?
അത് ഇടുക്കി ജില്ലയാണ്. ഇനി നമ്മുടെ ബോഡി നായ്ക്കന്നൂർ ചുരം കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചാൽ അത് NH85 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? NH85 ആണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരത്തിന് മറ്റൊരു പേരുണ്ട് ആരംപൊളി ചുരം. എന്താണ്? ആരംപൊളി ചുരം, ഇല്ലെങ്കിൽ ആരമ്പാടി ചുരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും കേട്ടോ. ആലുവാമൊഴി ചുരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? ആരംപൊളി ചുരം അല്ലെങ്കിൽ ആരമ്പാടി ചുരം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ആലുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെ ആയിരിക്കും? തിരുവനന്തപുരം ജില്ലയെയും അതുപോലെ തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയും. രണ്ടും തിരുവുണ്ടല്ലേ? തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്? ആലുവാമൊഴി ചുരം. അവന്റെ മറ്റൊരു പേരെന്താ? ആരംപൊളി ചുരം, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ആരമ്പാടി ചുരം. ആലുവാമൊഴി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ആലുവാമൊഴി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ആലുവാമൊഴി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH744A ആണ് കേട്ടോ. ആലുവാമൊഴി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ അത് NH744A ആണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ചുരമാണ് പേരമ്പാടി ചുരം. ഏതാണ്? പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ കൂർഗുമായിട്ട്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? കണ്ണൂരിനെ കൂർഗുമായിട്ട്. പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഇനി പേരമ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ NH766 തന്നെയാണ്. പേരമ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH766 തന്നെയാണ്. ഓർക്കുക. അടുത്തതാണ് പെരിയ ചുരം. എന്താണ്? പെരിയ ചുരം. മാനന്തവാടിയെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. മാനന്തവാടിയെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? പെരിയ ചുരം. പെരിയ ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? വയനാട് ജില്ല. പെരിയ ചുരം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയുടെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക. ഇനി പെരിയ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിച്ചാൽ NH766 ആണ്. പെരിയ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ സുഹൃത്തുക്കളെ? NH766 ആണ്. അടുത്തതാണ് പാൽച്ചുരം. പാൽച്ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നമ്മൾ പറയുമ്പോ വയനാട് ജില്ലയായിട്ട് പറയും. ഓർക്കുക. അപ്പോ കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം. അപ്പോ പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. അടുത്തതാണ് നാടുകാണി ചുരം. ഏതാണ്? നാടുകാണി ചുരം. നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? നാടുകാണി ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. നാടുകാണി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766. നാടുകാണി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ സുഹൃത്തുക്കളെ? NH766 ആണ്. അടുത്തതാണ് കമ്പം ചുരം. ഓർത്തോളനെ, കമ്പം ചുരം. തൊടുപുഴയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. തൊടുപുഴയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കമ്പം ചുരമാണ്. കമ്പം ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കമ്പം ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. പേരമ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766 ആണ്. പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. കടന്നു പോകുന്ന ദേശീയപാത NH766 തന്നെയാണ്. പാൽച്ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു. പാൽച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. നാടുകാണി ചുരം. നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. നാടുകാണി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് ചോദിച്ചാൽ അത് NH766 ആണ്. അടുത്തതാണ് കമ്പം ചുരം. കമ്പം ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ തൊടുപുഴയെ തേനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. ഓർക്കുക. 10ാമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. അതിന് കാരണം എന്തെന്ന് നമുക്ക് നോക്കാം.
പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൃശൂർ ജില്ലയിലാണ്. അപ്പൊ രണ്ടുത്തരം വന്നില്ലേ ഇവിടെ? അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം, ഷോളയാർ ജലവൈദ്യുത പദ്ധതി തൃശൂര്. ഇനി ഇടുക്കി ജില്ലയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? പള്ളിവാസലും ചെങ്കുളവുമാണ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്താ? ജലവൈദ്യുതിയാണ്. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി? 69%. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ജലവൈദ്യുതി? 69%. കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളാണ് കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് അഥവാ KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ. ഓർക്കണേ, കേരളത്തിലെ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികൾ ഏതൊക്കെയാ? കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് അഥവാ KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയാണ്. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. പ്രീവിയസ് ആയി ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം തിരുവനന്തപുരം നഗരമാണ്. വർഷം 1929. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരം നഗരമാണ്. വർഷം 1929. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിച്ച വർഷം 2010 ഫെബ്രുവരി 16. ഇമ്പോർട്ടന്റ് ആണ്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2010 ഫെബ്രുവരി 16. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറ, തൃശൂർ ജില്ല. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറ, തൃശൂർ ജില്ല. KSEBയുടെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം എന്നാണ്. KSEBയുടെ ആപ്തവാക്യം എന്താണ്? കേരളത്തിന്റെ ഊർജം എന്നാണ്. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ല. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചി, എറണാകുളം ജില്ല. KSEBയുടെ കീഴിൽ 31 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും 7 സോളാർ പ്ലാന്റുകളും ഉണ്ട്. നിലവിലെ കണക്ക് പ്രകാരമാണ് KSEBയുടെ കീഴിൽ 31 ജലവൈദ്യുത പദ്ധതികളുണ്ട്, 2 ഡീസൽ പവർ പ്ലാന്റുകളുണ്ട്, 1 കാറ്റാടി ഫാം ഉണ്ട്, 7 സോളാർ പ്ലാന്റുകളുണ്ട്. ഒന്നുകൂടി പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. KSEBയുടെ കീഴിൽ 31 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റുകളും 1 കാറ്റാടി ഫാമും 7 സോളാർ പ്ലാന്റുകളും ഉണ്ട്. വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ഒരുമ എന്നാണ്. ഒരുമ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2006 ആണ്. സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന 2006 ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ ഊർജ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ. 2001 എനർജി കൺവേർഷൻ ആക്ട് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. 2001 നിലവിൽ വന്ന എനർജി കൺസർവേഷൻ ആക്ട് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന സ്ഥാപനം ഏതാ? എനർജി മാനേജ്മെന്റ് സെന്റർ ആണ്. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ. ഇതൊക്കെ പഠിച്ചോളണം. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താ? ഊർജ കേരള മിഷൻ എന്നുള്ളതാണ്.
ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതികളാണ് സൗര പദ്ധതി. സൗര പദ്ധതിയുടെ പ്രത്യേകത എന്താ? സൗരോർജ്ജത്തിൽ നിന്നും 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന പദ്ധതിയാണ് സൗര പദ്ധതി. രണ്ടാമത്തെ പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി. രണ്ടാമത്തെ പദ്ധതിയുടെ പേരെന്താ? ഫിലമെന്റ് രഹിത കേരളം പദ്ധതി. അതായത് LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി എന്ന് പറയുന്നത്. LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തതാണ് ദ്യുതി പദ്ധതി 2021. ഇമ്പോർട്ടന്റ് ആണ് ദ്യുതി പദ്ധതി 2021. ദ്യുതി പദ്ധതി പ്രകാരം പറയുന്നത് വൈദ്യുതി വിതരണ ശൃംഖലയിലെ നവീകരണമാണ് ദ്യുതി 2021 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ്യുതി 2021 പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വൈദ്യുത വിതരണ ശൃംഖലയിലെ നവീകരിക്കുക എന്നതാണ്. അടുത്തതാണ് ട്രാൻസ്ഗ്രിഡ് 2.0. പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ് 2.0 എന്ന് പറയുന്നത്. ഇ സേഫ് പദ്ധതി സുരക്ഷിതമായ വൈദ്യുത ഉപയോഗ പ്രചരണ പരിപാടിയാണ് ഇ സേഫ് പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇ സേഫ് പദ്ധതി എന്നറിയപ്പെടുന്നത് എന്താ? സുരക്ഷിതമായ വൈദ്യുത ഉപയോഗ പ്രചരണ പദ്ധതിയാണ് അല്ലെങ്കിൽ പരിപാടിയാണ് ഇ സേഫ് പദ്ധതി. അപ്പോ ഇത്രയും പദ്ധതികളാണ് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച ഊർജ്ജ കേരള മിഷൻ പദ്ധതിക്ക് ഉള്ളിൽ വരുന്നത്. ആ പദ്ധതികളുടെ പേര് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. സൗര പദ്ധതി, ഫിലമെന്റ് രഹിത കേരളം പദ്ധതി, ദ്യുതി 2021 പദ്ധതി, ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതി, ഇ സേഫ് പദ്ധതി എന്നിവയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940 ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി. വർഷം 1900. ഇമ്പോർട്ടന്റ് ആണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനിയാണ്. വർഷം 1900. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദിയായ മുതിരൻ പുഴയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരൻ പുഴയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. വർഷം 1954. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ്. വർഷം 1954. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ട് ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്നറിയപ്പെടുന്നത് 780 മെഗാവാട്ട് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗിച്ചു കഴിഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളവും മുതിരൻ പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിലെ. ഇമ്പോർട്ടന്റ് ആണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും ഉപയോഗശേഷം പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും മുതിരൻ പുഴയിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി മുതിരൻ പുഴയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി ഏതാ? മുതിരൻ പുഴയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാ? ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകളാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഇടുക്കി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട് എന്നിവയാണ്. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1975 ഒക്ടോബർ 4. ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം എത്രയാ? 1975 ഒക്ടോബർ 4. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്ന നദിയും അവയുടെ ജില്ലയുമാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ. ആദ്യമായിട്ട് കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കല്ലടയാറാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാറാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല തന്നെയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല തന്നെയാണ്.
ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻപുഴയിലാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻപുഴയാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ നദിയിലാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല തന്നെയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പന്നിയാർ നദിയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരൻപുഴയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ല തന്നെയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മുതിരൻപുഴയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയാണ്. മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാറാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? പന്നിയാറാണ്. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ തൃശൂർ ജില്ലയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ലയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടി പുഴയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കുറ്റ്യാടി പുഴയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ്? മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്നറിയപ്പെടുന്നത് ചെറുതോണിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം എന്നറിയപ്പെടുന്നത് ചെറുതോണിയാണ്. ഇടുക്കി ഡാമിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1976 ഫെബ്രുവരി 12 ഇടുക്കി ഡാമിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 1976 ഫെബ്രുവരി 12 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്ത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം ഇടുക്കിയില്. ഓർക്കണം, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി വർഷം 1972 കോഴിക്കോട് ജില്ലയിലാണ് സ്ഥാപിതമായത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ആരാ? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2 എന്നീ ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി 1, ഉറുമി 2 ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാരാണ്? ചൈനയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാ? ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി രൂപീകരിച്ച വർഷം 1957 മാർച്ച് 6 പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി രൂപീകൃതമായ വർഷം 1957 മാർച്ച് 6 കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജല സംഭരണികളാണ് പമ്പ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെയാണ്. ഓർത്തോളനെ, ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജല സംഭരണികളാണ് പമ്പ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1966 ഏപ്രിൽ 18 ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന വർഷം 1966 ഏപ്രിൽ 18 ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കല്ലട ജലസേചന പദ്ധതിയുടെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഇത്
1994 ജനുവരി 5-നാണ് നിലവിൽ വന്നത്. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1996 ജൂൺ മാസത്തിലാണ്. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1996 ജൂൺ മാസത്തിലാണ്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ ജില്ല. പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരാൻ പോകുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് കേരളത്തിലെ പ്രധാന സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ പ്രധാന സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ പത്തനംതിട്ട ജില്ല, കൂത്തുങ്കൽ ഇടുക്കി ജില്ല, ഉള്ളങ്കൽ പത്തനംതിട്ട ജില്ല. ഓർത്തോളണേ, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? മണിയാർ പത്തനംതിട്ട ജില്ല, കൂത്തുങ്കൽ ഇടുക്കി ജില്ല, ഉള്ളങ്കൽ പത്തനംതിട്ട ജില്ല. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജാക്കാട് ഇടുക്കി ജില്ല. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കൂത്തുങ്കലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജാക്കാട് ഇടുക്കി ജില്ല. ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കക്കാട് നദി, പത്തനംതിട്ട ജില്ല. ഉള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി എന്ന. ഇത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കക്കാട് നദിയിലാണ്. സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ജില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മാങ്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി ജില്ല. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാ? പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ അത് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി വരുന്നത്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. പ്രീവിയസ് ആണ്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൂതപ്പുഴയിലാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകുന്ന ഗ്രാമപഞ്ചായത്ത് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല. 11ാമത്തെ ചോദ്യം, ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? പമ്പയും കക്കി നദിയിൽ നിന്നുമുള്ള ജലമാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വളരെ വിശദമായി തന്നെ നമ്മൾ ഈ പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം, കേരള തീര പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. അന്നത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ കൺഫ്യൂഷൻ നമുക്ക് അങ്ങ് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം, അതായത് ഇലിമിനേറ്റും അതുപോലെ തന്നെ മോണോസൈറ്റുമാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഇൽമനൈറ്റും മോണോസൈറ്റും. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് ഇൽമനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ് അല്ലെങ്കിൽ റൂട്ടൈൽ എന്നൊക്കെ പറയുന്നത്. ടൈറ്റാനിയത്തിന്റെ അയിരാണ്. ടൈറ്റാനിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടൊരു മൂലകമല്ല. പിന്നെ എങ്ങനെ ഇൽമനൈറ്റിന് റേഡിയോ ആക്ടിവിറ്റി വരുന്നതെന്ന് ചോദിച്ചാല് ഈ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ടും ആ ഇൽമനൈറ്റിനകത്ത് എപ്പോഴും ഒന്നുകിൽ ആര് കാണും? തോറിയം കാണും, അല്ലെന്നുണ്ടെങ്കിൽ യുറേനിയത്തിന്റെ വളരെ ചെറിയൊരു ട്രേസ് കാണും കേട്ടോ. അതായത് നാച്ചുറലി നമ്മുടെ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള വസ്തുവല്ല. എന്നാൽ ഈ ഇൽമനൈറ്റ് നമ്മൾ ഖനനം ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഇൽമിനേറ്റിനോടൊപ്പം ആര് കൂടെ കാണും? ഒന്നീ തോറിയം കാണും, അല്ലെന്നുണ്ടെങ്കിൽ യുറേനിയം കാണും. അതുകൊണ്ട് ഈ തോറിയത്തിന്റെയോ യുറേനിയത്തിന്റെയോ പ്രസൻസ് മൂലം ഈ ഇൽമിനേറ്റ് എന്ത് ചെയ്യും? നാച്ചുറലി ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവം, അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇൽമനൈറ്റും മോണോസൈറ്റും ആയത്. മോണോസൈറ്റ് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. അതുകൊണ്ട് തന്നെ മോണോസൈറ്റ് റേഡിയോ ആക്റ്റീവ് സ്വഭാവം ഉള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ
അന്ന് ഈ ചോദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആരാ? ഇൽമനേറ്റും, മറ്റൊരാൾ ആരാണ്? മോണോസൈറ്റുമാണ്. നമുക്കിനി കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കളൊന്ന് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കള്. ഇത് നമ്മുടെ ഗവൺമെന്റ് സൈറ്റിൽ നിന്നുള്ള ഡേറ്റാസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. കേരള ധാതുമണലിൽ കാണപ്പെടുന്ന പ്രധാന നിക്ഷേപങ്ങളാണ് ഇലുമിനേറ്റ്. ഇലുമിനേറ്റ് എന്ന് വെച്ചാൽ ടൈറ്റാനിയത്തിന്റെ അയിരാണ്. റൂട്ടൈൽ എന്ന് വെച്ചാൽ ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ്. ല്യൂക്കോക്സൻ ആരാണ്? ല്യൂക്കോക്സൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ് കേട്ടോ. ഏതാണ് ല്യൂക്കോക്സൻ എന്ന് പറയുന്നത്? മോണോസൈറ്റ് നമ്മൾ പറഞ്ഞു തോറിയത്തിന്റെ അയിരാണ്. സിർക്കോൺ, സില്ലിമാനൈറ്റ്, ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലെ മണലിൽ കാണപ്പെടുന്ന പ്രധാന ധാതു നിക്ഷേപം എന്നുള്ളത്. ബാക്കിയുള്ളതിനെ പറ്റി നമുക്ക് പറയാം. അപ്പോ കേരള ധാതുമണലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ഇൽമനൈറ്റ്, അത് ടൈറ്റാനിയത്തിന്റെ അയിരാണ്. റൂട്ടൈൽ എന്ന് പറഞ്ഞാലും ടൈറ്റാനിയത്തിന്റെ അയിര് തന്നെയാണ്. ലൂക്കോക്സൻ എന്ന് പറഞ്ഞാലും ടൈറ്റാനിയത്തിന്റെ ഒരു അയിര് തന്നെയാണ്. മോണോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറിയത്തിന്റെ അയിരാണ്. സിർക്കോണ്, സില്ലിമാനൈറ്റ്, ഇത്രയും എന്തിനകത്തുണ്ട്? നമ്മുടെ കേരളത്തിലെ ധാതുമണലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന നിക്ഷേപങ്ങളാണ്. കേരളത്തിൽ നീണ്ടകരയ്ക്കും കായംകുളത്തിനും ഇടയിലുള്ള തീരദേശ മേഖലകളിലാണ് ലോകോത്തര നിലവാരമുള്ള ധാതുമണൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ നീണ്ടകരയ്ക്കും കായംകുളത്തിനും ഇടയിലുള്ള തീരദേശ മേഖലയിലാണ് ലോകോത്തര നിലവാരമുള്ള ധാതുമണൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ ചവറയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതാ? കൊല്ലം ജില്ലയിലെ ചവറയാണ്. കേരളത്തിലെ ധാതുമണൽ നിക്ഷേപത്തിന്റെ 60% കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തീരദേശ മേഖലയുടെ ഭാഗമായാണ്. കേരളത്തിലെ ധാതുമണൽ നിക്ഷേപത്തിന്റെ 60% കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറ തീരദേശ മേഖലയിലാണ്. കേരളത്തിൽ നിന്നും ധാതുമണൽ ഖനനം ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ഒന്ന് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ്സ് അഥവാ KMML നാണ്. KMML നിലവിൽ വന്ന വർഷം 1932 കേട്ടോ. ശ്രദ്ധിച്ചോളണേ. അപ്പൊ കേരളത്തിൽ നിന്നും ധാതുമണൽ ഖനനം ചെയ്യുന്ന അധികാരം നൽകിയിരിക്കുന്ന ഒന്നാമത്തെ കമ്പനി ഏതാ? കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിനാണ്. ഇതിന് നമ്മൾ KMML എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നു. ഈ KMML രൂപീകൃതമായ വർഷം 1932. രണ്ടാമത് നമ്മൾ അധികാരം നൽകിയിരിക്കുന്നത് ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് അഥവാ IREക്കാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മുടെ ചവറയിൽ നിന്നും ധാതുമണൽ ഖനനം ചെയ്യുന്നതിന് അവകാശം ആർക്കാ നൽകിയിരിക്കുന്നത്? ആണവോർജ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്സിനാണ്, അല്ലെങ്കിൽ IREക്കുമാണ്. ഇനി ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ്. ഓർക്കണം, ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് ചവറയിലാണ്. ധാതുമണൽ കാണപ്പെടുന്ന തെക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് കന്നിമൽച്ചേരി, നീണ്ടകര, അഞ്ചുതെങ്ങ്, വെട്ടൂർ, വേളി, കഴക്കൂട്ടം, വിഴിഞ്ഞം, പാച്ചല്ലൂർ, കോവളം എന്നീ പ്രദേശങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ധാതുമണൽ നിക്ഷേപം കാണപ്പെടുന്ന തെക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ഓർത്തു വെക്കണം. കനിമൽച്ചേരി, നീണ്ടകര, അഞ്ചുതെങ്ങ്, വെട്ടൂർ, വേളി, കഴക്കൂട്ടം, വിഴിഞ്ഞം, പാച്ചല്ലൂർ, കോവളം എന്നീ പ്രദേശങ്ങളിലാണ്. എന്നാൽ ഇവിടുത്തെ ധാതുമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ അളവ് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോ ധാതുമണൽ നിക്ഷേപം കാണപ്പെടുന്ന വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളപട്ടണം, അഴീക്കോട്, പൊന്നാനി, ചാവക്കാട് മേഖലകളാണ്. ധാതുമണൽ നിക്ഷേപം കാണപ്പെടുന്ന വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാ? വളപട്ടണം, അഴീക്കോട്, പൊന്നാനി, ചാവക്കാട് എന്നീ പ്രദേശങ്ങളാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് നദികളുടെ ഭാഗമായാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് നദികളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നത് വയനാട്, മലപ്പുറം ജില്ലകളുടെ ഭാഗമായാണ്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നത് വയനാട്, മലപ്പുറം ജില്ലകളുടെ ഭാഗമായാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വയനാട്ടിൽ ആരംഭിച്ച ഇരുമ്പയിർ ഖനനത്തിന്റെ ഭാഗമായി സ്വർണം ലഭിക്കുകയും എന്നാൽ കർണാടകത്തിലെ കോളാർ ഗോൾഡ് ഫീൽഡ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയോടുകൂടി ഖനനം അവസാനിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇതിലെ സ്വർണവും വയനാടും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് വയനാട്ടിൽ ആരംഭിച്ച ഇരുമ്പയിർ ഖനനത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് നമുക്ക് സ്വർണം ലഭിച്ചു. എന്നാൽ കർണാടകത്തിലെ കോളാർ ഗോൾഡ് ഫീൽഡിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയോടുകൂടി നമ്മുടെ വയനാട്ടിൽ ഉണ്ടായിരുന്ന ഖനനം എന്ത് ചെയ്തു? അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിൽ ചാലിയാർ നദിയുടെ തീരത്ത് വൻതോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിൽ ചാലിയാർ നദിയുടെ തീരത്ത് വൻതോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്.
കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി ഏതാണ്? ചാലിയാറാണ്. ചാലിയാറിന്റെ പോഷക നദിയായ പുന്നപ്പുഴയിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ചാലിയാറിന്റെ പോഷക നദിയായ പുന്നപ്പുഴയിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. 1991-92 കാലഘട്ടത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് അട്ടപ്പാടി. ഇമ്പോർട്ടന്റ് ആണ്. 1991-1992 കാലഘട്ടത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശമാണ് അട്ടപ്പാടി. അടുത്തതാണ് കേരളത്തിലെ ഇരുമ്പ് നിക്ഷേപം. ഏതാണ്? ഇരുമ്പ് നിക്ഷേപം. കേരളത്തിൽ കൂടുതലായി ഇരുമ്പയിര് നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായാണ്. കേരളത്തിൽ കൂടുതലായി ഇരുമ്പയിര് നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായാണ്. കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഏലിയോട്ട് മല, നടുവല്ലൂർ, നന്മണ്ട, ചെറുപ്പ, ആലാപ്പാറ, കോരട്ടിമല എന്നീ പ്രദേശങ്ങളിലാണ്. കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് എലിയോട്ടുമല, നടുവല്ലൂര്, നന്മണ്ട, ചെറുപ്പ, ആലാപ്പാറ, കോരാട്ടിമല എന്നീ പ്രദേശങ്ങളിലാണ്. അടുത്തതാണ് ബോക്സൈറ്റ് നിക്ഷേപം. കേരളത്തിലെ ബോക്സൈറ്റ് നിക്ഷേപം. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന തീരപ്രദേശത്തിന്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ തീരദേശത്തിന്റെ ഭാഗമായാണ്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്നത് തീരദേശത്തിന്റെ ഭാഗമായാണ്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ല. പ്രീവിയസ് ആണ്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ മൊത്തം ബോക്സൈറ്റ് നിക്ഷേപത്തിന്റെ 45% കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. കേരളത്തിലെ മൊത്തം ബോക്സൈറ്റ് നിക്ഷേപത്തിന്റെ 45% കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. കാസർഗോഡ് ജില്ലയിലെ മറ്റ് ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് കുമ്പളവും കാഞ്ഞങ്ങാടും. കാസർഗോഡ് ജില്ലയിലെ മറ്റ് ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാ? കുമ്പളവും കാഞ്ഞങ്ങാടുമാണ്. തെക്കൻ കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്ന് ചോദിച്ചാല് കൊല്ലം ജില്ലയിലെ ശൂരനാട്, വടക്കുംമുറി, ചിറ്റവട്ടം, അഴകൻനട എന്നീ പ്രദേശങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരം, ചിലമ്പിൽ, ശാസ്തവട്ടം, ആറ്റിപ്ര എന്നീ പ്രദേശങ്ങളുമാണ്. പഠിച്ചോളണേ. തെക്കൻ കേരളത്തിലെ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ ചോദിച്ചാല് കൊല്ലം ജില്ലയുടെ ഭാഗമായുള്ള ശൂരനാട്, വടക്കുംമുറി, ചിറ്റവട്ടം, അഴകൻനട എന്നീ പ്രദേശങ്ങളും തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിട്ടുള്ള മംഗലാപുരം, ചിലമ്പിൽ, ശാസ്തവട്ടം, ആറ്റിപ്ര എന്നീ പ്രദേശങ്ങളുമാണ്. അടുത്തതാണ് ചൈന ക്ലേ. ഏതാണ്? ചൈന ക്ലേ. കയോലിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാതു ചൈന ക്ലേ ആണ്. കയോലിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാതു ഏതാണ്? ചൈന ക്ലേ ആണ്. ഇന്ത്യയിലെ വാർഷിക കളിമൺ ഉൽപാദനത്തിന്റെ 58% കേരളത്തിൽ നിന്നാണ്. ഓർത്തോളണം. ഇന്ത്യയിലെ വാർഷിക കളിമൺ ഉൽപാദനത്തിന്റെ ഏകദേശം 58% കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ്. വടക്കൻ കേരളത്തിൽ കളിമൺ നിക്ഷേപം കാണപ്പെടുന്ന ജില്ലകൾ കണ്ണൂര്, കാസർഗോഡ് ജില്ലകൾ. വടക്കൻ കേരളത്തിൽ കളിമൺ നിക്ഷേപം കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാ? കണ്ണൂര്, കാസർഗോഡ് ജില്ലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ ഫാക്ടറികൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമൺ ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്, അല്ലാതെ കൊല്ലം ജില്ലയല്ല. ശ്രദ്ധിച്ചോളണേ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമൺ ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കളിമൺ ഫാക്ടറികളുടെ എണ്ണം 17. തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കളിമൺ ഫാക്ടറികളുടെ എണ്ണം എത്രയാണ്? 17 ആണ്. കൊല്ലം ജില്ലയിലെ കളിമൺ ഫാക്ടറികളുടെ എണ്ണം 4 ആണ്. കൊല്ലം ജില്ലയിലെ കളിമൺ ഫാക്ടറികളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന കളിമൺ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണപുരവും അതുപോലെ പഴയങ്ങാടിയുമാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന കളിമൺ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണപുരവും അതുപോലെ പഴയങ്ങാടിയുമാണ്. കാസർഗോഡ് ജില്ലയിലെ കളിമൺ ഖനി സ്ഥിതി ചെയ്യുന്നത് പുതുക്കയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കളിമൺ ഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുതുക്കയിലാണ്. ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. കേരള സെറാമിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലത്ത് കുണ്ടറയിലാണ് കേരള സെറാമിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. കേരള സെറാമിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരള സെറാമിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്.
കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് പാപ്പിനശ്ശേരി, കണ്ണൂർ ജില്ല. കേരള ക്ലേ ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് ലിമിറ്റഡ് അഥവാ KCCP സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാപ്പിനിശ്ശേരി, കണ്ണൂർ ജില്ലയിലാണ്. അടുത്തതാണ് ഗ്രാഫൈറ്റ്. കേരളത്തിൽ കാണപ്പെടുന്ന ഗ്രാഫൈറ്റ് ധാതു. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ഗ്രാഫൈറ്റിന്റെ രൂപാന്തരങ്ങളാണ് വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റും ഫ്ലേക്ക് ടൈപ്പ് ഗ്രാഫൈറ്റും. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ഗ്രാഫൈറ്റിന്റെ രൂപാന്തരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റും മറ്റൊന്ന് ഫ്ലേക്ക് ടൈപ്പ് ഗ്രാഫൈറ്റും. ശ്രീലങ്കൻ ഗ്രാഫൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റ് ആണ്. ശ്രീലങ്കൻ ഗ്രാഫൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റ് ആണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഗ്രാഫൈറ്റിന്റെ വകഭേദം ഏതെന്ന് ചോദിച്ചാൽ അത് വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റ് ആണ്. പഠിച്ചു വെച്ചോളണേ. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഗ്രാഫൈറ്റിന്റെ വകഭേദം ചോദിച്ചാൽ അത് വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റ് ആണ്. വെയിൻ ടൈപ്പ് ഗ്രാഫൈറ്റ് കാണപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശങ്ങളാണ് വേളി, വെള്ളനാട്, ചാങ്ങ പ്രദേശങ്ങൾ. വെയിൻ ഗ്രാഫൈറ്റ് കാണപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? വേളി, വെള്ളനാട്, ചാങ്ങ പ്രദേശങ്ങളാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഗ്രാഫൈറ്റ് വകഭേദമാണ് ഫ്ലേക്ക് ടൈപ്പ് ഗ്രാഫൈറ്റ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളില് വ്യാപകമായി കാണപ്പെടുന്ന ഗ്രാഫൈറ്റിന്റെ വകഭേദമാണ് ഫ്ലേക്ക് ടൈപ്പ് ഗ്രാഫൈറ്റ്. കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഗ്രാഫൈറ്റ് നിക്ഷേപ പ്രദേശങ്ങളാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ വടക്കോട്, നാഗപ്പുഴ പ്രദേശങ്ങൾ. കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഗ്രാഫൈറ്റ് നിക്ഷേപ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ വടക്കോട്, നാഗപ്പുഴ പ്രദേശങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചിറക്കാവും. ഓർക്കണം, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ചിറക്കാവിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിന്റെ ഭാഗമായുള്ള വടക്കോട്, നാഗാപ്പുഴ പ്രദേശങ്ങളിലാണ് അടുത്തിടെയായിട്ട് ഗ്രാഫൈറ്റ് നിക്ഷേപം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തതാണ് സിലിക്ക സാൻഡ്. അതിന് മറ്റൊരു പേര് നമുക്കറിയാം, അതാണ് സ്ഫടികമണല്. PSC ചോദിക്കുമ്പോൾ സ്ഫടികമണൽ എന്ന് ചോദിക്കും. ഇനി ബൈ ചാൻസ് സിലിക്ക സാൻഡ് എന്നങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തു വെച്ചോളണം. അപ്പോൾ സിലിക്ക സാൻഡ് അല്ലെങ്കിൽ സ്ഫടികമണല്. സിമന്റ് നിർമ്മാണം, ഗ്ലാസ് നിർമ്മാണം, ജലശുദ്ധീകരണം തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് സിലിക്ക സാൻഡ്. സിമന്റ് നിർമ്മാണം, ഗ്ലാസ് നിർമ്മാണം, ജലശുദ്ധീകരണം തുടങ്ങിയ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് സിലിക്ക സാൻഡ്. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 5 മീറ്റർ ഉയരത്തിലുള്ള പരന്നതും ചെരിഞ്ഞതുമായ മണൽ പ്രദേശങ്ങളിലാണ് സ്ഫടിക മണൽ അഥവാ സിലിക്ക സാൻഡ് കാണപ്പെടുന്നത്. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 5 മീറ്റർ ഉയരത്തിലുള്ള പരന്നതും ചെരിഞ്ഞതുമായ മണൽ പ്രദേശങ്ങളിലാണ് സ്ഫടിക മണൽ അഥവാ സിലിക്ക സാൻഡ് കാണപ്പെടുന്നത്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലായി സ്ഫടിക മണൽ അഥവാ സിലിക്ക സാൻഡ് കാണപ്പെടുന്നത്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലായിട്ട് സ്ഫടിക മണൽ അഥവാ സിലിക്ക സാൻഡ് കാണപ്പെടുന്നത്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മുതൽ അരൂക്കുറ്റി വരെയുള്ള 35 കിലോമീറ്റർ ആണ് കേരളത്തിൽ കൂടുതലായി സ്ഫടിക മണൽ കാണപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മുതൽ അരൂക്കുറ്റി വരെയുള്ള 35 കിലോമീറ്റർ പ്രദേശത്താണ് കേരളത്തിലെ സ്ഫടിക മണൽ കാണപ്പെടുന്നത്. സ്ഫടിക മണൽ കൂടുതലായി ഖനനം ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ പ്രദേശങ്ങളാണ് പള്ളുരുത്തി, തൈക്കാട്ടുശ്ശേരി, പാണവള്ളി എന്നീ പ്രദേശങ്ങൾ. കേരളത്തിലെ സ്ഫടിക മണൽ കൂടുതലായി ഖനനം ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ഏതൊക്കെ പ്രദേശങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളുരുത്തി, തൈക്കാട്ടുശ്ശേരി, പാണവള്ളി എന്നീ പ്രദേശങ്ങളാണ്. അടുത്ത ധാതുവാണ് ലിഗ്നൈറ്റ്. എന്താണ് ലിഗ്നൈറ്റ്? കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏക ഇന്ധന ധാതു ഏതെന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റ് ആണ്. ഇത് പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. കേരളത്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏക ഇന്ധന ധാതു എന്നറിയപ്പെടുന്നത് ഏതാ? ലിഗ്നൈറ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന പ്രധാന ഇന്ധന ധാതു നിക്ഷേപം എന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന പ്രധാന ഇന്ധനധാതു നിക്ഷേപം എന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റ് ആണ്. കേരളത്തിൽ ലിഗ്നൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള മറ്റു പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, അങ്കക്കലരി, പാലായി, ചാത്തമത്ത്, കങ്കോട്ടുമല എന്നീ പ്രദേശങ്ങൾ. ഓർക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനധാതു നിക്ഷേപമായിട്ടുള്ള ലിഗ്നൈറ്റ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ലിഗ്നൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള മറ്റു പ്രദേശങ്ങൾ ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയുടെ ഭാഗമായിട്ടുള്ള നീലേശ്വരം, അങ്കക്കലരി, പാലായി, ചാത്തമത്ത്, കങ്കോട്ടുമല എന്നീ പ്രദേശങ്ങളാണ്. അടുത്തതാണ് ചുണ്ണാമ്പ് കല്ല്. കേരളത്തിൽ ക്രിസ്റ്റലൈൻ ചുണ്ണാമ്പ് കല്ലിന്റെ നിക്ഷേപങ്ങൾ കുറവാണ്. കേരളത്തിലെ ക്രിസ്റ്റലൈൻ ചുണ്ണാമ്പ് കല്ലിന്റെ നിക്ഷേപങ്ങൾ കുറവാണ്.
കേരളത്തിലെ ചുണ്ണാമ്പുകല്ല് നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ലയിലെ വാളയാറുള്ള പണ്ടാരത്ത് എന്ന സ്ഥലത്തെ 2.4 ദശലക്ഷം ടൺ ചുണ്ണാമ്പുകല്ല് ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ വാളയാറിലുള്ള പണ്ടാരത്ത് എന്ന പ്രദേശത്ത് ഏകദേശം 2.4 ദശലക്ഷം ടൺ ചുണ്ണാമ്പുകല്ല് ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. മലബാർ സിമന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം വാളയാറാണ്. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യനാണ്. മലബാർ സിമന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം ഏതാ? വാളയാറാണ്. പാലക്കാട് ജില്ലയിലെ നട്ടുവങ്കി, അതുരാശ്രമം, വണ്ണാമട, താവളം എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ ചില പ്രദേശങ്ങളിലും ചെറിയ ചുണ്ണാമ്പ് കല്ല് പാളികൾ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ തന്നെ നട്ടുവങ്കി, അതുരാശ്രമം, വണ്ണാമട, താവളം എന്നീ പ്രദേശങ്ങളിലും ഇടുക്കി ജില്ലയിലെ ചില പ്രദേശങ്ങളിലും ചെറിയ തോതിലെ ചുണ്ണാമ്പ് കല്ല് പാളികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർക്കുക. അടുത്തതാണ് കങ്കർ ചുണ്ണാമ്പ് കല്ല്. അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തോളണേ. കങ്കർ ചുണ്ണാമ്പ് കല്ല് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ പ്രദേശത്ത് കങ്കർ ഇനം ചുണ്ണാമ്പ് കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ പ്രദേശത്ത് കങ്കർ ഇനം ചുണ്ണാമ്പ് കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. നിലവാരം കുറഞ്ഞ ചുണ്ണാമ്പ് കല്ല് വകഭേദമാണ് കങ്കർ ചുണ്ണാമ്പ് കല്ല്. നിലവാരം കുറഞ്ഞ ചുണ്ണാമ്പ് കല്ല് വകഭേദം എന്ന് ചോദിച്ചാൽ അത് കങ്കർ ചുണ്ണാമ്പ് കല്ലാണ്. അടുത്തതാണ് ഫോസിൽ ചുണ്ണാമ്പ് കല്ല്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഫോസിൽ ചുണ്ണാമ്പ് കല്ല് കൊല്ലം ജില്ലയിലെ കല്ലൂർ കടവ്, മുഖത്തല, കണ്ണനല്ലൂർ, കൊട്ടിയം, മയ്യനാട്, നെടുങ്കണ്ടം കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഇടവ എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഫോസിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ കല്ലൂർ കടവ്, മുഖത്തല, കണ്ണനല്ലൂർ, കൊട്ടിയം, മയ്യനാട്, നെടുങ്കയം കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഇടവ എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഫോസിൽ ചുണ്ണാമ്പ് കല്ലിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തതാണ് മെഗ്നീഷ്യം. ഏതാണ്? മെഗ്നീഷ്യം. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ മുള്ളിശാലൂർ മേഖലയിലാണ് കൂടുതലായി മെഗ്നീഷ്യം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ മുള്ളിശാലിയൂർ മേഖലയിലാണ് പ്രധാനമായും മെഗ്നീഷ്യം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ മുള്ളിശാലിയൂർ മേഖലകളിലാണ് കൂടുതലായിട്ട് മെഗ്നീഷ്യം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തതാണ് സ്റ്റിയറ്റൈറ്റും ടാൽക്കും. എന്താണ് സ്റ്റിയറ്റൈറ്റും ടാൽക്കും? പേപ്പർ, കീടനാശിനി, തുണിത്തരങ്ങൾ, വളങ്ങൾ, സെറാമിക്, റബ്ബർ ഉൽപ്പന്നങ്ങൾ, സിമന്റ്, ആസ്ബറ്റോസ് തുടങ്ങി നിരവധി നിർമ്മാണ വ്യവസായങ്ങൾക്ക് സ്റ്റിയറ്റൈറ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ എന്തിനാ സ്റ്റിയറ്റൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പേപ്പർ, കീടനാശിനി, തുണിത്തരങ്ങൾ, വളങ്ങൾ, സെറാമിക്സ്, റബ്ബർ ഉൽപ്പന്നങ്ങൾ, സിമന്റ്, ആസ്ബറ്റോസ് തുടങ്ങിയ നിരവധി നിർമ്മാണ വ്യവസായങ്ങളിൽ സ്റ്റിയറ്റൈറ്റ് ഉപയോഗിക്കുന്നു. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ സ്റ്റിയറ്റൈറ്റ് നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുകൂടെ ഒന്ന് ഓർക്കുക. അടുത്തതാണ് ഗ്രാനൈറ്റ്. ഇമ്പോർട്ടന്റ് ആണ് ഗ്രാനൈറ്റ്. കേരളത്തിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റുകൾ പ്രധാനമായും 3 തരം. കേരളത്തിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റുകൾ പ്രധാനമായിട്ടും 3 തരമുണ്ട്. ഒന്നാമത്തതാണ് ചാർനോക്കൈറ്റ് ഖോണ്ടാലൈറ്റ് ബെൽറ്റ്. എന്താണ്? ചാർനോക്കൈറ്റ് ഖോണ്ടാലൈറ്റ് ബെൽറ്റ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റുകളാണ് ചാർനോക്കൈറ്റ് ഖോണ്ടാലൈറ്റ് ബെൽറ്റ് ഗ്രാനൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റിന്റെ വകഭേദമാണ് ചാർനോക്കൈറ്റ് ഖോണ്ടാലൈറ്റ് ബെൽറ്റ് എന്നറിയപ്പെടുന്നത്. ഇളം പച്ച, നീല കലർന്ന പച്ച, കടും പച്ച, ചാരനിറങ്ങളിൽ ഈ ഗ്രാനൈറ്റുകൾ കാണപ്പെടുന്നു. അപ്പോ ചാർനോക്കൈറ്റ് ഖോണ്ടാലൈറ്റ് ബെൽറ്റിലെ ഗ്രാനൈറ്റുകളുടെ പ്രത്യേകത എന്താ? ഇളം പച്ച, നീല കലർന്ന പച്ച, കടും പച്ച, ചാരനിറങ്ങളിലാണ് ഈ ഗ്രാനൈറ്റുകൾ കാണപ്പെടുന്നത്. ഇൻട്രൂസീവ് ഗ്രാനൈറ്റുകളും മിഗ്മറ്റൈറ്റുകളും. രണ്ടാമത്തതാണ് ഇൻട്രൂസീവ് ഗ്രാനൈറ്റുകളും മിഗ്മറ്റൈറ്റുകളും. ഇടുക്കി, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റിന്റെ വകഭേദമാണ് ഇൻട്രൂസീവ് ഗ്രാനൈറ്റുകളും മിഗ്മറ്റൈറ്റുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇടുക്കി, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റുകൾ അറിയപ്പെടുന്ന പേരെന്താ? ഇൻട്രൂസീവ് ഗ്രാനൈറ്റുകൾ അല്ലെങ്കിൽ മിഗ്മറ്റൈറ്റുകളാണ്. പിങ്ക്, ഇളം പിങ്ക്, ചാരനിറം, മഞ്ഞ കലർന്ന വെള്ള, നീല കലർന്ന പിങ്ക് നിറങ്ങളിൽ അലകളുടെ രൂപത്തിലുള്ള പാറ്റേണുകളും ഈ ഗ്രാനൈറ്റുകളുടെ പ്രത്യേകതയാണ്. അപ്പോ ഇൻട്രൂസീവ് ഗ്രാനൈറ്റുകൾ അല്ലെങ്കിൽ മിഗ്മറ്റൈറ്റുകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ
പിങ്ക് നിറമായിരിക്കും, ഇല്ലെങ്കിൽ ഇളം പിങ്ക് നിറം, അല്ലെങ്കിൽ ചാര നിറം, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന വെള്ള നിറം, അതുമല്ലെങ്കിൽ നീല കലർന്ന പിങ്ക് നിറത്തിലായിരിക്കും ഇവരെ കാണപ്പെടുന്നത്. ഇവരുടെ ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലകളുടെ രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. അടുത്തതാണ് ഡോളറൈറ്റ് ഗാബ്രോ ഡൈക്കുകൾ. ഓർക്കുക, ഡോളറൈറ്റ് ഗാബ്രോ ഡൈക്കുകള് കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റുകളാണ് ഡോളറൈറ്റ് ഗാബ്രോ ഡൈക്കുകൾ എന്ന് പറഞ്ഞാല്. കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കാണപ്പെടുന്ന ഗ്രാനൈറ്റുകളാണ് ഡോളറൈറ്റ് ഗാബ്രോ ഡൈക്കുകൾ എന്ന് പറയുന്നത്. കടും പച്ച കലർന്ന നീല, കറുപ്പ്, കറുത്ത പുള്ളികളോടുള്ള കടും ചാരനിറം എന്നിവയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഡോളറൈറ്റ് ഗാബ്രോ ഡൈക്കുകളുടെ പ്രത്യേകത എന്താണ്? കടും പച്ച കലർന്ന നീല, കറുപ്പ്, കറുത്ത പുള്ളികളുള്ള കടും ചാരനിറം എന്നിവയാണ് ഡോളറൈറ്റ് ഗാബ്രോ ഡൈക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതാണ് രത്നക്കല്ലുകൾ. എന്താണ് രത്നക്കല്ലുകൾ? കേരളത്തിൽ രത്നക്കല്ലുകൾ പ്രധാനമായും 3 ഭൗമശാസ്ത്രപരമായ സാഹചര്യങ്ങളിലാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ രത്നക്കല്ലുകൾ പ്രധാനമായും 3 ഭൗമശാസ്ത്രപരമായ സാഹചര്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ക്രിസ്റ്റലൈൻ പാറകളിലൂടെ കടന്നു പോകുന്ന പെഗ്മറ്റൈറ്റുകൾക്കിടയിൽ ആര് കാണപ്പെടും? കേരളത്തിലെ രത്നക്കല്ലുകൾ കാണപ്പെടും. ക്രിസ്റ്റലൈൻ പാറകളിലൂടെ കടന്നു പോകുന്ന പെഗ്മറ്റൈറ്റുകൾക്കിടയിൽ ആര് കാണപ്പെടും? കേരളത്തിലെ രത്നക്കല്ലുകൾ കാണപ്പെടാറുണ്ട്. നദികളുടെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ചരലുകൾക്കൊപ്പം രത്നക്കല്ലുകൾ കാണപ്പെടാറുണ്ട് കേരളത്തില്. നദികളുടെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ചരലുകൾക്കൊപ്പം രത്നക്കല്ലുകൾ കേരളത്തിൽ കാണപ്പെടാറുണ്ട്. കാലക്രമേണ ഉറച്ചതും ലാറ്ററൈസ്ഡ് ചെയ്യപ്പെട്ടതുമായ പഴയ ചരലുകൾക്കിടയിൽ രത്നക്കല്ലുകൾ കാണപ്പെടുന്നുണ്ട് കേരളത്തില്. കാലക്രമേണ ഉറച്ചതും ലാറ്ററൈസ് ചെയ്യപ്പെട്ടതുമായ ചരലുകൾക്കിടയിലും ആര് കാണപ്പെടുന്നുണ്ട്? രത്നക്കല്ലുകൾ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രത്നക്കല്ലുകൾ കാണപ്പെടുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രത്നക്കല്ലുകൾ കാണപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം, അരുവിക്കര, ബാലരാമപുരം, ബോണക്കാട് എസ്റ്റേറ്റ്, ബ്രഹ്മൂർ എസ്റ്റേറ്റ്, ചങ്ക, ചുള്ളിമാനൂർ, മടത്തറ, മാണിക്കൽ, പിരപ്പൻകോട്, വെഞ്ഞാറമൂട്, വെങ്ങാനൂർ, വെമ്പായം, ഉഴമലയ്ക്കൽ, മണവിള, മുടക്കൽ, നെടുമങ്ങാട്, വെള്ളനാട്, നെട്ടാണി, ഊരൂട്ടമ്പലം, പോത്തങ്കോട് എന്നീ സ്ഥലങ്ങളിൽ രത്നക്കല്ലുകളുടെ സാന്നിധ്യം കണ്ടുവരുന്നു. ഓർത്തു വെച്ചോളണം. തിരുവനന്തപുരം ജില്ലയിലെ അണ്ടൂർക്കോണം, അരുവിക്കര, ബാലരാമപുരം, ബോണക്കാട് എസ്റ്റേറ്റ്, ബ്രഹ്മൂർ എസ്റ്റേറ്റ്, ചങ്ക, ചുള്ളിമാനൂർ, മടത്തറ, മാണിക്കൽ, പിരപ്പൻകോട്, വെഞ്ഞാറമൂട്, വെങ്ങാനൂർ, വെമ്പായം, ഉഴമലയ്ക്കൽ, മണവിള, മുടക്കൽ, നെടുമങ്ങാട്, വെള്ളനാട്, നെട്ടാണി, ഊരൂട്ടമ്പലം, പോത്തങ്കോട് എന്നീ സ്ഥലങ്ങളിൽ രത്നക്കല്ലുകളുടെ സാന്നിധ്യം കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ അഴകപ്പൻമുള, പോയിട്ടാടുവിള, കുളത്തൂപ്പുഴ, തലച്ചിറ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും രത്നക്കല്ലുകൾ കാണപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ അഴകപ്പൻമുള, പോയാട്ടുവിള, കുളത്തൂപ്പുഴ, തലച്ചിറ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും രത്നക്കല്ലുകൾ കാണപ്പെടുന്നത്. കേരളത്തിൽ രത്നക്കല്ലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള നദികളാണ് വാമനപുരം പുഴ, കല്ലാറ്, കരമനയാറ്, നെയ്യാറ്, കല്ലടയാറ്. ഈ നദികൾ ഓർത്തു വെച്ചോളം ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ രത്നക്കല്ലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള നദികൾ ഏതൊക്കെയാ? വാമനപുരം നദി, കല്ലാറ്, കരമനയാറ്, നെയ്യാറ്, കല്ലടയാറ് എന്നീ നദികളാണ്. കേരള സംസ്ഥാനത്ത് രത്നക്കല്ലുകൾ ഖനനം നിയമപരമായി അനുമതിയില്ല. ഇമ്പോർട്ടന്റ് ആണ്. കേരള സംസ്ഥാനത്ത് രത്നക്കല്ല് ഖനനത്തിന് നിയമപരമായിട്ട് അനുമതി ഇല്ല. 9ാമത്തെ ചോദ്യം, കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ സി കണ്ണൂർ ജില്ലയാണ്. കേരളത്തിലെ കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേരള തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? തീരപ്രദേശം എന്ന്. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്ന കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് കേരളത്തിലെ പ്രധാന ബീച്ചുകളെ പറ്റിയിട്ടാണ്. ഇനി പറയാൻ പോകുന്ന ബീച്ചുകൾ മുഴുവൻ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച ബീച്ചുകളാണ്. ഒരൊറ്റ ബീച്ച് പോലും നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ പ്രധാന ബീച്ചുകൾ.
പാപനാശം ബീച്ച് അല്ലെങ്കിൽ നമ്മൾ പറയും വർക്കല ബീച്ച് എന്ന്, അതുപോലെ ശംഖുമുഖം, കോവളം ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പാപനാശം ബീച്ച് അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ, വർക്കല ബീച്ച് എന്ന്, അതുപോലെ ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച് കൊല്ലം ജില്ല, തങ്കശ്ശേരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം ജില്ല, ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് എറണാകുളം ജില്ല. മാറാട് ബീച്ച്, കാപ്പാട് ബീച്ച്, ബേപ്പൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. മാറാട് ബീച്ച്, കാപ്പാട് ബീച്ച്, ബേപ്പൂർ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, മുഴുപ്പിലങ്ങാടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, മുഴുപ്പിലങ്ങാട് ബീച്ച് ഇവ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, കാസർഗോഡ് ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ബീച്ചുകളും നമ്മളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒന്നുകൂടി നോക്കാം. പാപനാശം ബീച്ച് അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വർക്കല ബീച്ച്, അതുപോലെ ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. തങ്കശ്ശേരി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ചേറായി ബീച്ച്, മുനമ്പം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. മാറാട് ബീച്ച്, കാപ്പാട് ബീച്ച്, ബേപ്പൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്, 9 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളാണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളാണ്. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് പണ്ട് മുതലേ ഉണ്ട്. E10 പാവക്കോട്ട എന്നങ്ങ് പഠിക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ പഠിക്കാനുള്ള കോഡ്. E10 പാവക്കോട്ട എന്നങ്ങ് പഠിക്കുക. ഇതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല, പ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ല, കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ല. സെറ്റാണേ. അപ്പൊ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് എന്താണ്, E10 പാവക്കോട്ട എന്നങ്ങ് പഠിക്കുക. ഇതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല, പാവേര പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ല, കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്, കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കുറവ് തീരദേശമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. ഏറ്റവും കുറവ് തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്, കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാ, ചേർത്തല താലൂക്കാണ്. ചേർത്തല താലൂക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാ, ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ കടൽ തീരമുള്ള ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ ജില്ല. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. മുഴുപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ, കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്, മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്, തൃശൂർ ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാട് എന്ന് പറയുന്നത് 2.2 മീറ്റർ താഴെയാണ്. എവിടെ നിന്നും, സമുദ്രനിരപ്പിൽ നിന്നും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ലും തെങ്ങും. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത് നെല്ലും തെങ്ങുമാണ്. കേരളത്തിന്റെ തീരപ്രദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയമാണ്. കേരളത്തിന്റെ തീരപ്രദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാ, തോറിയമാണ്. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ചാകര. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ചാകരയാണ്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്ക വെള്ളത്തിൽ പ്ലവകങ്ങളും ചെളികളും ഭക്ഷിക്കാൻ
ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നതിനെ ചാകര എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് അറിയപ്പെടുന്നത്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലാണ്. ഇമ്പോർട്ടന്റ്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് തീരമേഖലയിലാണ്. ചാകരിക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ഇതൊക്കെ പ്രീവിയസ് ആണ്. ചാകരിക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇത് പാർട്ട് 1 മാത്രമാണ് സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡീപ്പായി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. സുഹൃത്തുക്കളൊന്നും വിചാരിക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.